ഗുരുദാസ്ജിയുടെ പ്രഭാഷണത്തിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്തൻ്റെ മനസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ പ്രഭാഷണം ഞാൻ കേട്ട് വരുമ്പോൾ അതിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ത മനസ്സ് ഇല്ല എങ്കിൽ ഞാനൊരു ഭക്തനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ചില കാര്യങ്ങൾ അറിയുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മളിലില്ല എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ബോധ്യം വരുന്നു. സത്സംഗങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയും, പലതും ഇല്ല എന്നുള്ളത്. അപ്പം ഈ സത്സംഗത്തിൽ നിന്ന് ധ്യാനത്തിലോട്ട് വരുമ്പോഴുള്ളൊരു വ്യത്യാസം എന്താണ്? ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടല്ല അറിയുന്നത്, ചെയ്താണ് അറിയുന്നത്. ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. തുടക്കത്തിൽ സ്വാമിനിയമ്മ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എങ്ങനെയായിരിക്കണം ധ്യാന ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത്. റെപ്പറ്റീഷൻ ആണെങ്കിലും ഒരിക്കലും അത് പറയാം. നമ്മുടെ ക്യാമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരിക്കണമെന്ന് പറയും. മനോപൂർണതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഓരോ നിമിഷത്തെയും അറിഞ്ഞുകൊണ്ട്, നമ്മളിൽ നടക്കുന്ന ചലനത്തെ അറിഞ്ഞുകൊണ്ട്, ആ ചലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. ശ്രദ്ധയില്ലാത്തിടത്ത് ധ്യാനമില്ല. അപ്പം ധ്യാനിക്കുവാനല്ല ശ്രമിക്കേണ്ടത്, ശ്രദ്ധവാനാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമം ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം വന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം മനസ്സ് അശ്രദ്ധ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിൽ എന്നുള്ളത് കാരണമാണ് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ക്രമേണ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുമ്പോഴോ ധ്യാനം സംഭവിച്ചോളും. പ്രത്യേകിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അവിടെ വേണ്ടി വരില്ല. ശ്രദ്ധവാനായി ഇരുന്നാൽ മതി. ഞാൻ ഈ നിമിഷം ദീർഘമായി ശ്വസിക്കുന്നു, ശരി, ആ ദീർഘശ്വാസത്തിന് ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനിപ്പോൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, ശരി, ആ നോട്ടത്തിൽ ശ്രദ്ധവാനായാൽ മതി. അപ്പം ശ്രദ്ധയിൽ നിലനിൽക്കുമ്പോൾ ധ്യാനം ഗ്രാജ്വലി വരും. അപ്പോൾ നമ്മളിൽ എന്തുമാത്രം ശ്രദ്ധ വേണം അതിനെ പറ്റിയിട്ടുള്ളൊരു ബോധ്യപ്പെടലാണ് എല്ലാ മന്ത്ലി ക്യാമ്പുകളും. നമ്മളെ ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ധ്യാന വിധികൾ മാത്രമാണ് മന്ത്ലി ക്യാമ്പുകളിൽ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു സംഗീതത്തെ ശ്രവിച്ചു കൊണ്ടിരിക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നിശ്ചലമായി ഇരിക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ബ്രീത്തിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മൂവ്മെൻറ്റ്സിനെ ശ്രദ്ധിക്കാൻ പറയുന്നതായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ നിലവിലുള്ള എന്നെ തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുമ്പോഴാണ് എന്നിലുള്ള എന്നിൽ നിലനിൽക്കുന്ന ഉണ്മയെ ഞാൻ അറിയുന്നത്. ആ ഉണ്മയെ അറിയാൻ ഞാൻ ഉപയോഗിച്ചത് എന്താണ്? ശ്രദ്ധയാണ്. ആ ശ്രദ്ധയെ ഞാൻ സൃഷ്ടിച്ചതാണോ അതോ നിലവിലുള്ളതാണോ? പ്രയത്നം വരുമ്പോൾ നമുക്ക് സൃഷ്ടിച്ചതായിട്ട് തോന്നാം, പക്ഷേ ആ ഉണ്മയും ആ ശ്രദ്ധയും പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ്. അതറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം അതിൻ്റെ പ്രവർത്തനയും കാട്ടിയും മൾട്ടിപ്പിൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടൊരു ധ്യാന സാധകൻ കടന്നു പോകും.
അപ്പോൾ അവിടെ ഗുരുവുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ധ്യാനിക്കണം. അപ്പോൾ ഗുരു പറഞ്ഞത്, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിനക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ധ്യാനിക്കാം. പറഞ്ഞ അതല്ല, എനിക്ക് ഉപദേശം എന്തെങ്കിലും തരണം, ധ്യാനിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു ഉപദേശം തരണം. അപ്പോൾ ആ ഗുരു പറഞ്ഞു, എന്ത് ഉപദേശമാണ് വേണ്ടത്? അല്ല, ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ആ സ്ഥലത്ത് പോയി അവിടെ തന്നെ മാറ്റുണ്ട്, അതൊക്കെ വിട്ടിട്ട് ഇരുന്നോളൂ. അപ്പോൾ പറഞ്ഞ് അതല്ല, വേറെ എന്തെങ്കിലും ഒരു ഉപദേശം തരണം. അവിടെ ഇരിക്കാനും മാറ്റിട്ട് ഇരിക്കാനൊക്കെ എനിക്കറിയാം, അതല്ലാതെ ധ്യാനത്തിന് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒരു ഉപദേശം തരണമെന്ന്. ശരി, നീ ഇരുന്ന് ധ്യാനിക്കാൻ നേരത്ത് കുരങ്ങൻ്റെ വാലിനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചിന്തിച്ചു, ഇതൊരു ഉപദേശമാണോ? എന്തായാലും അദ്ദേഹം പറഞ്ഞതല്ലേ. ശരി, അദ്ദേഹം ചെന്ന് അവിടെ മാറ്റിട്ട് അവിടെ ചെന്നിരുന്ന സമയത്ത് കണ്ണൊക്കെ അടച്ചു. പെട്ടെന്ന് ചിന്തിച്ചു, എന്തിനായിരിക്കും കുരങ്ങൻ്റെ വാലിനെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞത്? അതും ധ്യാനവും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. എന്തായാലും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ധ്യാനിക്കാനാണല്ലോ വന്നത്. അദ്ദേഹം കണ്ണടച്ചിരിക്കുക. വീണ്ടും അദ്ദേഹം ചിന്തിച്ചു, ഞാനൊരു കുരങ്ങനെ കണ്ടിട്ട് എത്രയോ നാളുകളായി. ഒരു കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയിട്ട് മറ്റേ TV ചാനലെല്ലാം കണ്ടിട്ട് എത്രയോ നാളുകളായി. അത് കാരണം ഒരു കുരങ്ങൻ എൻ്റെ മനസ്സിൽ വരാനുള്ള സാധ്യത കുറവാണ്. കുരങ്ങൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ കുരങ്ങൻ വരുന്നില്ലെങ്കിൽ കുരങ്ങൻ്റെ വാല് എങ്ങനെ വരും? സ്വാഭാവികമായിട്ട് വരില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, അയാൾ ചെന്ന് ഇരിക്കുന്നതിന് മുമ്പും ഇരുന്നതിന് ശേഷവും കുരങ്ങനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് അയാൾ ചിന്തിക്കണം, ഞാനിതിന് കുരങ്ങനെ പറ്റി ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞല്ലോ കുരങ്ങനെ പറ്റി ചിന്തിക്കരുതെന്ന്. ധ്യാനിക്കാനാണല്ലോ വന്നിരുന്നത്. വീണ്ടും കണ്ണടച്ച് ധ്യാനിക്കാനിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഈ കുരങ്ങൻ്റെ ചിന്ത മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ഇതിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഇദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഈ കുരങ്ങൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ നിന്നൊന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു ചോദിച്ചു, നീ ഇവിടെ വന്ന് ധ്യാനിക്കാനാണോ അതോ ഉള്ളിലുള്ള കുരങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ധ്യാനിക്കാനാണ് വന്നത്. അങ്ങ് പറയുന്നത് വരെയും എൻ്റെ മനസ്സിൽ ഒരു കുരങ്ങനെ പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ലായിരുന്നു. പക്ഷേ എപ്പോഴാണോ ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്, കുരങ്ങൻ്റെ വാല് ചിന്തിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന്. ശരിക്കും ഇതാണ് മൈൻഡിൻ്റെ അവസ്ഥ. എന്തിനെയാണോ നമ്മൾ വേണ്ട എന്ന് ചിന്തിക്കുന്നത്, അതിനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും മൈൻഡ് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവന് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, ഉപദേശം ചോദിക്കാതിരുന്നുവെങ്കിൽ എനിക്ക് ധ്യാനിക്കാൻ പറ്റുമായിരുന്നു. ഉപദേശം ചോദിച്ചതാണ് പ്രശ്നം. കാര്യം അവിടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മളിൽ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത്, നമ്മളിൽ വിഷ്വലൈസ് ചെയ്ത്, പിക്ചറൈസ് ചെയ്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ധ്യാനം നടക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്രദ്ധയും അശ്രദ്ധയും തമ്മിലുള്ള ആ വ്യത്യാസം. മൈൻഡ് ഇങ്ങനെയാണ്, അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് നമ്മളെ പ്രവർത്തിപ്പിക്കുവാൻ, എന്തെങ്കിലും അതിൻ്റെ ഇഷ്ടാനുസരണം നമ്മളെ പ്രവർത്തിക്കുവാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേ അതിരിക്കും. അത് മനസ്സിൻ്റെ ആവശ്യമാണ്. ധ്യാനിക്കുന്നതോ ആരുടെ ആവശ്യമാണ്? ധ്യാനം സോളിൻ്റെതാണ്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സ് ആണോ ഞാൻ, സോളാണോ ഞാൻ എന്ന് ആദ്യം എനിക്കൊരു ധാരണ ഉണ്ടാവണം. സോൾ ഉള്ളത് കൊണ്ടാണ് എന്നിൽ മനസ്സുള്ളത്.
അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ഉറപ്പിക്കണം. മനസ്സുള്ളത് കൊണ്ടല്ല സോൾ ഉള്ളത്, സോൾ ഉള്ളത് കൊണ്ടാണ് അവിടെ മനസ്സുള്ളത്. ധ്യാനം ആർക്കാ വേണ്ടത്? സോളിനാണ്, മനസ്സിനല്ല. മനസ്സിനെന്താ വേണ്ടത്? ചിന്തകളും ഭാവനകളും ഇതെല്ലാം മതി മനസ്സിന്. അപ്പം ഞാൻ നിൽക്കേണ്ടത് സോളിനോട് ചേർന്ന് നിൽക്കണമോ മനസ്സിനോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രം ഒരു ധാരണ എത്തിയാൽ മാത്രം മതി. അവിടെയാണ് ശ്രദ്ധയുടെ പ്രാധാന്യം വരുന്നത്. ആദ്യം എന്താണ് എന്നിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. അത് മാത്രം അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അവിടെ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. എന്നിൽ എന്താണ് നടക്കുന്നത് അതറിയുക എന്നുള്ളത്. അപ്പോഴെന്താണ് ഈ നിമിഷം, ഈ നിമിഷത്തിൻ്റെ പ്രസക്തി അവിടെ വന്നു. എല്ലാ ചിന്തകളും സംഭവിക്കുന്നത് ഈ നിമിഷത്തിൽ തന്നെയാണ്. അപ്പം ഈ നിമിഷത്തിൽ ശ്രദ്ധാപൂർവം നിൽക്കുമ്പോൾ വരുന്ന ചിന്തകളെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ധ്യാന സാധകൻ നിശബ്ദതയെ പറ്റിയിട്ട് ഗുരുവിനോട് സംസാരിക്കും. എനിക്ക് നിശബ്ദത അറിയണം, നിശബ്ദത ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇപ്പം ഗുരു ചോദിച്ചിരുന്നു, അതെന്താ പറ്റാത്തത്? ഭയങ്കര ശബ്ദമാണ്, എൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം എനിക്ക് ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അവനെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു പുഴയുടെ തീരത്ത് പോകും. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ അവരിയ്ക്കുന്ന ആ പുൽത്തകിടിയുടെ അവിടെ ഒരു തവള ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ തവള ഇവരെ കണ്ടതും പുഴയിലോട്ടെടുത്ത് ചാടി. അപ്പോൾ പുഴയിലോട്ട് ചാടിയപ്പോൾ എന്ത് പറ്റി? ഒരു ശബ്ദം കേട്ടു. തവള ശക്തിയോടെ ആ പുഴയിലോട്ട് ചാടിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പം ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരു, നമ്മൾ ധ്യാനിക്കാൻ വന്നിരുന്നതാണ്, കണ്ടോ ഈ തവള കുളത്തിലോട്ട് ചാടി ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിശബ്ദമായിട്ടിരിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, തവള വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ പുഴയിലോട്ട് ചാടിയപ്പോൾ ശബ്ദം ഉണ്ടായി, പുഴ ശബ്ദമായോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, പുഴ ശബ്ദമായിട്ടില്ല, പുഴ അവിടെ ഉണ്ട്. കാരണം എന്താണ്? പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പുഴയിൽ എന്തുണ്ടായി? ശബ്ദമുണ്ടായി. അപ്പോൾ വീണ്ടും ഗുരു ചോദിച്ചു, ആ ശബ്ദം എവിടെ പോയി? ശബ്ദം അവിടെ ഉണ്ടായി, എന്നിട്ട് ശബ്ദം അതങ്ങ് മാഞ്ഞു പോയി. ശബ്ദം അവിടെ ഉണ്ടായിട്ട് അത് പോയി. ഇപ്പം അവിടെ എന്തോന്നുണ്ട്? പുഴയുണ്ട്, ഒഴുകുന്ന പുഴയുണ്ട്. അതുപോലെയാണ് നിന്നിലുള്ള ഓരോ ശബ്ദവും നീ ചിന്തിക്കുക. കാരണം ശബ്ദം നിന്നിലുണ്ടാകുന്നു, നിലനിൽക്കുന്നു, അത് മാഞ്ഞും പോകുന്നു. അപ്പോഴും ആരുണ്ട്? നീ അവിടെ ഉണ്ട്. നീ ശബ്ദത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്, ഇത് വന്ന് നിന്ന് പോകുന്നതിൽ ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ഇത് സംഭവിക്കുന്ന ആ പ്രതലമായ നിന്നെ നിനക്കവിടെ കാണാം. അപ്പം ശബ്ദവും നീയും ചേരുമ്പോൾ നിശബ്ദം അവിടെ ഉണ്ടാകും. അതാണ് ധ്യാനത്തിൻ്റെ വഴി, ആ ശ്രദ്ധയുടെ വഴി, നിരീക്ഷിക്കലിൻ്റെ വഴി. അപ്പോൾ ഓരോ സാധകർക്കും ഈ ക്രിയ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ധ്യാനവിധി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളിൽ തന്നെ ശ്രദ്ധവാനായി ഓരോ നിമിഷവും നിന്ന് ഓരോ നിമിഷത്തിലും ജീവിക്കുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. നമ്മളത് ചെയ്യുന്നതല്ല, ധ്യാനിക്കുന്നതല്ല, അത് നമ്മളിൽ സംഭവിക്കും. അപ്പം ആ ധ്യാന നിമിഷങ്ങൾ നമ്മളിലോട്ട് കടന്നു പോകുവാൻ ഓരോ സാധകർക്കും കഴിയട്ടെ.